യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവഭക്തനായ ദാവീദ്, ഇസ്രായേൽ രാജാവ്, നിലവിളിക്കുകയാണ്. യഹോവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്നത്. എന്തിനാണ് നിലവിളിക്കുന്നത്? ദൈവമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു നിലവിളിയാണ്. ദാവീദ് പറയുകയാണ്, അവർ തന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരങ്ങളോടെ അവർ ഇരുമനസ്സുള്ളവരായി ഭോഷ്ക് പറയുന്നു, വ്യാജം പറയുന്നു. കപടഭക്തിക്കാർ എഴുന്നേൽക്കുന്നു. അതൊരു നിലവിളിയാണ്. ദൈവം ഭക്തന്മാരെ തിരയുകയാണ്. ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവനെയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് തൻ്റെ ഭക്തന്റെ മേലാണ്. എന്തിനാണ് ദൃഷ്ടി പതിയുന്നത്? അവനെ അനുഗ്രഹിക്കുവാനാണ്. ഭക്തന് നന്മ വരുമെന്നാണ് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്. അനർത്ഥ ദിവസത്തിൽ അവനെ കൂടാരത്തിൽ ഒളിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടി അവൻ്റെ മേലുണ്ട്. ക്ഷാമകാലത്ത് അവനെ സൂക്ഷിക്കുവാൻ, അവന് വേണ്ട കരുതലുകൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടി ഭക്തന്റെ മേലുണ്ട്. നിങ്ങൾ ദൈവഭക്തരാണോ? ദൈവഭക്തരെന്ന് പറഞ്ഞാൽ ദൈവഭയമുള്ളവൻ, ദൈവാശ്രയമുള്ളവർ, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തെ സേവിക്കുന്നവർ ഭക്തരാണ്. അവർക്ക് നിശ്ചയമായി നന്മ വരും. ദൈവം ഭക്തനെ തിരയുകയാണ്. വീണ്ടും പറയുകയാണ്, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊരു രഹസ്യമാണ്. അനുഗ്രഹത്തിൻ്റെ സമ്പൂർണത മറഞ്ഞിരിക്കുന്നത് വിശ്വസ്തതയ്ക്കകത്താണ്. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നോക്കുന്നു. ദൈവം നോക്കുകയാണ് അത് മുളയ്ക്കുന്നുണ്ടോ എന്ന്. വിശ്വസ്തൻ അനുഗ്രഹ സമ്പൂർണനാണ്. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവമേൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തരായാൽ, വിശ്വസ്തദാസനേ എന്ന് വിളിച്ചുകൊണ്ട് യജമാനന്റെ സന്തോഷത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ചൊന്ന് കൊണ്ടുപോകാൻ അപ്പനാഗ്രഹമുണ്ട്. അധികത്തിൽ വിചാരകരാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വിശ്വസ്തരെയാണ് ദൈവം തിരയുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരാകുക. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിങ്ങൾ ഭരമേൽപ്പിച്ച് ചെയ്യുക. ഭക്തന്മാർ എഴുന്നേൽക്കട്ടെ, വിശ്വസ്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. അതെ, അങ്ങനൊരു നിലവിളി ഈ തലമുറയ്ക്കകത്തുണ്ടെങ്കിൽ ഭക്തന്മാർ എഴുന്നേറ്റ് വരും, വിശ്വസ്തന്മാർ എഴുന്നേറ്റ് വരും. വിശ്വസിക്ക്, നിങ്ങളുടെ നിലവിളിക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ തലമുറയിൽ ഭക്തന്മാർ എഴുന്നേൽക്കും. നിങ്ങളുടെ തലമുറയിൽ വിശ്വസ്തന്മാർ എഴുന്നേൽക്കും. അതെ, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നിങ്ങളുടെ മക്കൾ വിശ്വസ്തരാകും, നിങ്ങളുടെ മക്കൾ ഭക്തരാകും. വിശ്വസിക്കുക. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.